രാഹുൽ ഗാന്ധിയുടെ ഒരു പോരാട്ടത്തെ നമ്മൾ നിശ്ചയമായും സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രാഹുൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഇന്ത്യയിൽ ആകമാനം അതിഗൗരവതരമായ വിഷയമായിരിക്കുമ്പോൾ തന്നെ അത് ഏറ്റെടുക്കാൻ മറ്റ് പാർട്ടികളൊന്നും തയ്യാറാവാത്ത വിഷയങ്ങൾ, മറ്റ് നേതാക്കൾ ഏറ്റെടുക്കാത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള അയാൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ നിശ്ചയമായും സമ്മതിക്കണം. കാരണം ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഒറ്റയ്ക്കാണ് വിളിച്ചു പറയുന്നത്. ആ മുദ്രാവാക്യം എന്തായിരുന്നു? നമ്മൾ ഫ്രാൻസിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചതിനകത്ത് കോടാനുകോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണം. പഴയ സർക്കാർ ഒരു തുക ഫിക്സ് ചെയ്ത് ഇത്ര വിമാനങ്ങൾ എന്ന് പറയുന്നു. പുതിയ വന്ന സർക്കാർ അത് തുക കൂട്ടുന്നു, വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അഴിമതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം റഫാൽ യുദ്ധവിമാനങ്ങളുടെ വാങ്ങലിൽ അഴിമതിയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതൊരു ഗൗരവതരമായ വിഷയമായിരുന്നു. അയാൾ പൂർണ്ണ സമയം അതിനുവേണ്ടി നിലകൊണ്ടു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പൂർണ്ണമായും നിലകൊണ്ടു. വോട്ട് ചോരി വിഷയം ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും ജീവനാടിയായിട്ടുള്ള പ്രശ്നമായിട്ട് കൂടി അതിനകത്ത് ബാക്കി എല്ലാവരും ഇടപെടുന്നില്ല. കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പോലും മിണ്ടാതിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് പൂർണ്ണമായി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ചൈനയിൽ നിന്നുള്ള 20,000 കോടി രൂപ ഇവിടേക്ക് എങ്ങനെ വന്നു, അദാനിയുടെ സ്കാമുമായി ബന്ധപ്പെട്ട് എന്ന ചോദ്യം നിരന്തരമായി രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടെന്ന് ഓർമ്മ വേണം. അന്ന് ചോദിക്കാൻ രാഹുൽ ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പാർട്ടിക്കകത്തൊരു ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷവും അതിലെ വൈകാരികതയും പറഞ്ഞ് ആളുകളെ ഇളക്കി നിർത്തുമ്പോൾ ചൈനയിൽ നിന്നുള്ള നമ്മുടെ മണ്ണ് മോഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നേതാവേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷനോട് ചോദിക്കാൻ പേടിയാണ്. പഹൽഗാം പ്രശ്നം ഉണ്ടായപ്പോൾ പഹൽഗാമിൽ എന്തുകൊണ്ടാണ് 12,000 പേര് ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാതിരുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നല്ലോ. ആ പേടി മാറ്റിയെടുത്തിട്ട് ഇന്ത്യയുടെ മണ്ണ് ചൈനക്കാർ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന പ്രശ്നം രാഹുൽ ഗാന്ധി ഉറക്കെ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അത് ഇന്ത്യ ഒട്ടാകെയുള്ള മനുഷ്യന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ അയാൾ എടുക്കുന്ന ഒരു ഒറ്റയ്ക്കുള്ള എഫേർട്ട്, ഞാൻ ഒറ്റയ്ക്കുള്ളാൻ തന്നെ പറയും. ബാക്കി എല്ലാവർക്കും അതിൽ തൊടാൻ പേടിയോ, അതൊക്കെ വലിയ കട്ടിയുള്ള വിഷയം, സങ്കീർണമായ വിഷയം, അതൊക്കെ നമ്മൾ സംസാരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അയാൾ ഇത്തരം വിഷയങ്ങൾ മാത്രം, മണിപ്പൂരിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു, ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു, റഫാൽ കൊള്ളയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇങ്ങനെ ഏറ്റവും അവസാനം വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കുന്നു, ചൈന നടത്തുന്ന ഇൻവേഷനെക്കുറിച്ച് എത്ര കാലമായിട്ട് സംസാരിക്കുകയാണ്. എത്ര കാലമായി സംസാരിക്കുന്ന ഒരേ ഒരു നേതാവ് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ്. അയാളുടെ എഫേർട്ട് നമ്മൾ സമ്മതിക്കണം. ഇതെന്താ സംഭവം? ഈ ചൈനയുടെ കാര്യം പറയുമ്പോൾ ഇവർ വലിയ ദേശസ്നേഹത്തിൻ്റെ മൊത്തക്കുത്തുവക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന ചൈനയുടെ ടാങ്കുകൾ നമ്മുടെ അതിർത്തിക്കടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പോൾ പ്രതിരോധ മന്ത്രിയെ വിളിച്ചു, ഞാൻ വിദേശകാര്യമന്ത്രിയെ വിളിച്ചു, ഞാൻ മോദിയെ വിളിച്ചു, ചീഫ് ഓഫ് സ്റ്റാഫിനെ വിളിച്ചു, എന്താണ് എനിക്കുള്ള ഓർഡേഴ്സ്, വാട്ട് ആർ മൈ ഓർഡേഴ്സ് എന്ന് ഞാൻ ചോദിച്ചു. ഒരു മറുപടിയും ഉണ്ടായില്ല. ഫൈനലി പ്രധാനമന്ത്രിയോട് സംസാരിച്ചിട്ട് പ്രതിരോധ മന്ത്രി എന്നെ വിളിച്ചു, നിങ്ങൾക്ക് ഉചിതമുള്ള കാര്യം ചെയ്യാം. അത് പറയുമ്പോൾ ചൈനീസ് ടാങ്കുകൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് 500 മീറ്റർ മാത്രം അടുത്തു വന്നു. അപ്പോൾ എൻ്റെ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ചോദിച്ചുകൊണ്ടിരുന്നു, എന്തു ചെയ്യണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ആദ്യം മുന്നറിയിപ്പ് വെടിവെപ്പുള്ളതോ സംവിധാനമുണ്ട്, അതായത് അവരെ വെടിവെക്കൽ എന്തോ എനിക്കതിന് കൃത്യമായി എൻ്റെ പരിപാടി അറിയില്ല. ആകാശത്തേക്ക് വെടിവെക്കുന്നത് പോലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൊടുത്തു. പക്ഷേ ചൈനീസ് ടാങ്കുകൾ പിന്തിരിയാൻ കയറായില്ല. വെടിവെക്കാനുള്ള ഓർഡറിന് വേണ്ടി താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ചോദിച്ചു. നരവനെ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചെന്നറിയോ, അദ്ദേഹം നമ്മുടെ ഈ ഭാഗത്തുനിന്നും ടാങ്കുകൾ അങ്ങോട്ട് മൂവ് ചെയ്തു. അതോടുകൂടി ചൈനീസ് സംഘം നിന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു നിർണായകമായ സന്ദർഭത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് അനുവാദം ചോദിച്ചപ്പോൾ അവരൊരു പുഴുങ്ങിയ കിഴങ്ങ് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. തീരുമാനം ഞാൻ ഒറ്റയ്ക്കെടുക്കേണ്ടി വന്നു. ആ മനുഷ്യൻ്റെ എടുത്ത തീരുമാനമാണ് ടാങ്കുകൾ നമ്മൾ കൗണ്ടർ മൂവ് ചെയ്യിച്ച് അവരെ നിർത്തിക്കാന്ന്. അത് വിജയിച്ചു. പക്ഷെ ആ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ചൈനയെ പാഠം പഠിപ്പിച്ചു എന്ന് പ്രസംഗിക്കാൻ തെരഞ്ഞെടുപ്പ് വേദികളിൽ ആര് വരും? അപ്പം വരും. ഈ പറയുന്ന ക്രെഡിറ്റ് എല്ലാം എടുക്കാൻ സൈന്യത്തിൻ്റെയും ബാങ്കുകളുടെയും പാവപ്പെട്ടവൻ്റെയും എല്ലാം പ്രയത്നത്തിൻ്റെ അവകാശം എടുക്കാൻ അദ്ദേഹം വരും. അപ്പോൾ ഇത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അന്ന് തീരുമാനമെടുക്കേണ്ടിയിരുന്ന സർക്കാർ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ, സൈന്യാധിപനെ തെരുവിൽ യുദ്ധമുഖത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് മാടിക്കളഞ്ഞു എന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് കുറേ BJP മന്ത്രിമാരും MP-മാരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ എഫേർട്ടും അയാൾ നടത്തുന്ന പോരാട്ടവും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമാണ്. വളരെ കാമ്പുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഇടപെടുന്നത്. അദ്ദേഹത്തെ കളിയാക്കുന്നവരിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. അദ്ദേഹം ഒരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞ ആൾക്കാർ, അദ്ദേഹം പത്രസമ്മേളനങ്ങളിലും പാർലമെൻറ്റ് പ്രഭാഷണങ്ങളിലും മാത്രം കേന്ദ്രീകരിച്ച് ഒതുങ്ങിപ്പോകുന്ന ആളെന്ന് കളിയാക്കുന്നുണ്ട്. പക്ഷേ അയാൾ എടുക്കുന്ന വിഷയങ്ങൾ ഇന്ത്യയുടെ ജീവനാടിയായ കാതലായ പ്രശ്നങ്ങൾ, അത് വേറെ ആരും എടുക്കുന്നുണ്ട്. വോട്ട് ചോരി ഇവിടെ ഈ പറഞ്ഞ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാർ എടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ആ വിഷയമില്ല. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും വോട്ടിംഗ് മെഷീനിൽ എന്തോ ക്രമക്കേട് നടക്കുന്നുവെന്ന മിത്തിനകത്തിരുന്നേനെ, അല്ലെങ്കിൽ ഈ ചിന്തയിലിരുന്നേനെ. അങ്ങനെയല്ല. വോട്ടിംഗ് മെഷീനിലേക്ക് മനുഷ്യർ നടന്നടുത്ത് വരുന്നതിന് മുൻപ് തന്നെ വെട്ടലുകളും പരിപാടികളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ വിശാലമായൊരു പദ്ധതി ഈ ലോകത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്ത ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ പോരാട്ടത്തെ നമ്മൾ എന്തായാലും മതിക്കണം എന്നാണ് ഞാൻ പറയുക.